അങ്ങനെ റബ്ബർ തോട്ടത്തിലെത്തി കേട്ടോ. ഇനി ഓരോ റബ്ബറിൻ്റെ ചുവട്ടിൽ ചെന്നിട്ട് അതിൻ്റെ ചിരട്ട ചാക്കിൽ പെറുക്കിയെടുക്കണം. ഇപ്പോൾ ഉള്ള കിളികളെല്ലാം എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ. ചക്കയും മാങ്ങയും ഇത് കശുവണ്ടിയൊക്കെ വീണ് കിടക്കുന്നുണ്ട്. കശുവണ്ടിയെല്ലാം ഇല്ലാത്ത നാടുണ്ടാവുമായിരിക്കും അല്ലേ. ഒരു ദിവസം റോഡിലൂടെ വണ്ടി പോകുമ്പോൾ ഇതെന്ത് ഫ്രൂട്ടാണ്, ഇത് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ പറിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം മനസ്സിലായേ ഇത് ഇല്ലാത്ത നാടൊക്കെ ഉണ്ടാവും എന്നുള്ളത്. നമ്മളെ പരിപാടികൾ തുടങ്ങുകയാണ്. ഇതിനി എന്താ പറയുക, വെള്ളത്തിലോ മറ്റോ കൊണ്ടുപോയിടും തോന്നുന്നു. വലിയൊരു റമ്മിൽ കൊണ്ടുപോയിട്ടിട്ട് ഇതിങ്ങനെ പറിച്ചെടുക്കും. എന്നിട്ട് പൊട്ടാത്തതൊക്കെ അടുത്ത തവണത്തേക്ക് ഉപയോഗിക്കും. അടുത്ത പ്രാവശ്യം റബ്ബർ വെട്ടുമ്പോൾ ഉപയോഗിക്കും. പൊട്ടിയതൊക്കെ ഉപേക്ഷിക്കും. ഇതിൻ്റെ ഒട്ടുപാൽ എന്ന് പറയും ഈ സാധനത്തിന്. ഇത് വിറ്റാൽ പൈസ കിട്ടും. ഇതിന് വള്ളിപ്പാൽ എന്ന് പറയും. ഇവിടെ ഇങ്ങനെ ഊറി നിൽക്കുന്നത് ഒട്ടിയിരിക്കുന്നതുണ്ട്. അതിങ്ങനെ പറിച്ചെടുത്തിട്ട് ഡെയിലി രാവിലെ അത് പറിച്ചെടുത്തിട്ടാണ് ഇവിടെ ഇങ്ങനെ വെട്ടിക്കൊടുക്കുക. ഇത് ഇവിടുന്ന് തുടങ്ങിയതാണ്. വെട്ടി ഇവിടം വരെ എത്തി. അപ്പോൾ ഇതിന് വള്ളിപ്പാൽ എന്നൊക്കെ പറയും. അത് പറിച്ചെടുക്കും. അത് വലിയ ഉരുണ്ട വലിയൊരു ബോൾ പോലെ ഉണ്ടാവും. വലിയൊരു ബോൾ പോലെ ഉണ്ടാവും. എന്നുവെച്ചാൽ എല്ലാ റബ്ബറിൻ്റെ ഇതുപോലെ പറിച്ചെടുക്കുമല്ലോ. ലാസ്റ്റ് അതൊരു ബോൾ പോലെ ഉണ്ടാവും. അതും നമ്മളിങ്ങനെ ഉണക്കി ചുക്കുക ചെയ്യാം. ഇനി ഇത് രണ്ടാമത് തുടങ്ങുമ്പോൾ അടുത്ത തവണ തുടങ്ങുമ്പോൾ ഈ ചില്ലൊക്കെ ചിലത് പോയിട്ടുണ്ടാവും. അപ്പോൾ ചില്ലൊക്കെ വാങ്ങിയിട്ട് ഫിറ്റ് ചെയ്യും. ഒന്നും കൂടി ഒന്ന് ചെത്തി വൃത്തിയാക്കി കൊടുക്കും. ഈ നൂലൊക്കെ ചിലത് പൊട്ടിയിട്ടുണ്ടാവും. ഈ ഒരു കമ്പിയൊക്കെ പോയിട്ടുണ്ടാവും ചിലപ്പോൾ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്നും കൂടി മാറ്റി കെട്ടി സെറ്റാക്കി കൊടുക്കും. ഇത് കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ നിന്ന് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആ റബ്ബർ ചിരട്ടയൊക്കെ എടുത്തിട്ട് വന്നു. മൂടില്ലാത്തതുകൊണ്ട് എടുക്കാൻ പോയില്ല. ഈ ഒരു സാധനം കണ്ടോ, ഇത് നമ്മളെ അക്വേഷ്യ മരമില്ലേ, അക്വേഷ്യ മരത്തിൻ്റെ കായായത്. ഇതിൻ്റെ വിത്താണ് കേട്ടോ. ഇതാണ് ആ മരം. നമ്മളിത് പണ്ട് കളിക്കുമ്പം ഉള്ളിവട ഉണ്ടാക്കുമായിരുന്നു. ഉള്ളിവടയാണെന്ന് പറഞ്ഞിട്ട് കളിക്കുമായിരുന്നു. ഇവിടെയൊക്കെ